ആഴ്ചയിൽ 100 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് നമ്മുടെ യുവാക്കളുടെ ജോലി സമയം കൂട്ടേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ കോർപ്പറേറ്റ് മേഖലയിലടക്കം നടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ നമ്മുടെ വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള ഒരു വലിയ സംവാദം ഉയർന്നു വന്നിരിക്കുന്നത് ഇൻഫോസിസിന്റെ സ്ഥാപകനായിട്ടുള്ള നാരായണ മൂർത്തിയിൽ നിന്നാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കായി ജീവനക്കാർ 72 മണിക്കൂർ ജോലി ചെയ്യണമെന്നും ഇതിനായി 9-9-6 വർക്ക് മോഡൽ അനുവദിക്കണമെന്നും മൂർത്തി പറഞ്ഞത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകളും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുമെല്ലാം ഈ മോഡലിനെ എതിർക്കുകയാണ്. ഇതോടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉള്ള രാജ്യമായ ഇന്ത്യയുടെ വർക്ക് കൾച്ചറും ചർച്ചയാവുകയാണ്. ഇനി നമുക്ക് എന്താണോ ഈ 9-9-6 മോഡൽ എന്ന് നോക്കാം. നാരായണമൂർത്തി പറഞ്ഞ 9-9-6 വർക്ക് മോഡലിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ജോലി, അതും ആഴ്ചയിൽ 6 ദിവസം. അപ്പോൾ ആഴ്ചയിൽ 72 മണിക്കൂർ ജോലി. ചൈനയിലെ ടെക് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഈ ജോലി രീതിയാണ്. ആലിബാബ, വാവേ, ബെറ്റാൻസ് പോലുള്ള പ്രമുഖ ചൈനീസ് കമ്പനികൾ ഈ രീതിയാണ് അവലംബിച്ചിരുന്നത്. ഇത്തരത്തിൽ രാജ്യത്തെ യുവാക്കൾ അധിക സമയം ജോലി ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകുന്നു എന്നാണ് 79-കാരനായ ഒരുപാട് തൊഴിലാളികളെ കണ്ട നാരായണമൂർത്തിയുടെ അഭിപ്രായം. ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സ്വതവേ സംസാരിക്കാൻ പിശുക്കനായ അദ്ദേഹം മനസ്സ് തുറന്നത്. ഒരാൾ ആദ്യം തൻ്റെ താല്പര്യം കണ്ടെത്തണം, അതിനുശേഷം മാത്രം വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കഠിനാധ്വാനമില്ലാതെ ഒരു വ്യക്തിയോ സമൂഹമോ ഒരു രാജ്യമോ ഉയർന്നു വന്നിട്ടില്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ വർഷം ചൈനയിൽ പോയിരുന്നു. അവിടുത്തെ 3 വ്യത്യസ്ത നഗരങ്ങൾ അവർ സന്ദർശിച്ചു. യഥാർത്ഥ ചൈനയെ മനസ്സിലാക്കുന്നതിന് ടയർ 3 നിലവാരത്തിലുള്ള ഹോട്ടലുകളായിരുന്നു അവർ താമസിച്ചത്. ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചൊല്ലുണ്ട്, 9-9-6. അതായത് രാവിലെ 9 മുതൽ രാത്രി 9 വരെ, അതും ആഴ്ചയിൽ 6 ദിവസം, അതായത് ആഴ്ചയിൽ 72 മണിക്കൂർ എന്നാണ് നാരായണമൂർത്തി പറഞ്ഞത്. ഈ വാക്കുകൾ വൈറലായതോടെ ഒട്ടേറെ പേർ വിഷമത്തിൽ അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മോശം അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന ജീവിത ചെലവും കാരണം ഇന്ത്യക്കാർ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിലാണ് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത്. ചൈനയുടെ അതേ നിലവാരത്തിലുള്ള ശമ്പളവും അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത ചെലവും നൽകണമെന്നും മറ്റും ചിലർ കമന്റ് ബോക്സിലും കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് 72 മണിക്കൂർ ജോലിയല്ല ആവശ്യം, മറിച്ച് വീട് വാടക, പലചരക്ക് സാധനങ്ങൾ, സ്കൂൾ ഫീസ്, പെട്രോൾ എന്നിവയ്ക്ക് ആനുപാതികമായിട്ടുള്ള ശമ്പളമാണ്. 2023 നാരായണമൂർത്തി 72 മണിക്കൂർ ജോലി ചെയ്യണമെന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നാരായണമൂർത്തിയെ